மூடி வைக்கிற கல்லும் தூரம் வைக்கிற சொல்லும் தாவி அள்ளிக்க சொல்லும் இது கூட தெரியாதா அட ஆடியா എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം. അപ്പോൾ നമ്മുടെ പ്രദേശത്തെ ശ്രദ്ധാ റെസിഡൻസിൻ്റെ ഭാരവാഹികളെല്ലാവരും ഓഗസ്റ്റ് 15 പതാക ഉയർത്തലും അതുപോലെ തന്നെ മിഠായിയൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിന്ന് കാർ എടുക്കാൻ വേണ്ടി ഷെഡിലേക്ക് പോയപ്പോൾ ഭാരവാഹികളെ ആ പരിപാടിയിലൊക്കെ പങ്കെടുത്തു. അവരുടെ അടുത്ത് നിന്ന് മിഠായിയൊക്കെ വാങ്ങി അവരുടെ നമ്മുടെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിലൊക്കെ പങ്കുചേർന്നതിന് ശേഷം ഇന്ന് ഓഗസ്റ്റ് 15 കൊണ്ട് മറ്റു പരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ടും ഇന്ന് രാവിലെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പോകാമെന്ന് തീരുമാനിച്ചു. രാവിലെ തന്നെ നല്ല മഴയാണ്, എന്നാലും കാർ എടുത്തിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോണ വഴിക്ക് ഇത് നമ്മുടെ കോഴിക്കോട് കല്ലായി പാലത്തിൻ്റെ അടുത്തുള്ള കച്ചവട ശാലകളാണ്. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് ഒരുപാട് തടി വ്യവസായങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഏകദേശം ജിമ്മിൻ്റെ അടിയിൽ കാർ പാർക്ക് ചെയ്യുന്ന ഒരു അണ്ടർഗ്രൗണ്ടാണിത്. ഇവിടെ നമ്മൾ നല്ല വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വെച്ചു ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് നടന്നു. സാധാരണ ലിഫ്റ്റിൻ്റെ അടുത്ത് പോയാൽ ലിഫ്റ്റ് കിട്ടാറില്ല. സെക്കൻഡ് ബ്ലോക്കിലൊക്കെ ലിഫ്റ്റ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് സാധാരണ ലിഫ്റ്റ് കിട്ടാറില്ല. എന്തോ ഭാഗ്യത്തിന് ലിഫ്റ്റ് കിട്ടി മുകളിലോട്ട് പോകുമ്പോൾ നിങ്ങൾ സ്വാതന്ത്ര്യദിന ആഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടികളാണ് ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടത്. പക്ഷെ ക്ലിയർ ഇല്ലാത്തതിനെ കൊണ്ട് നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. ജിമ്മിലേക്ക് നേരെ കയറിയപ്പോൾ ട്രെയിനേഴ്സിന്റെ ചർച്ചകൾ ഉണ്ടായിരുന്നു. എന്താ ചർച്ച എന്ന് വെച്ചാൽ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടൊന്നായിരിക്കില്ല. ഫുഡ് എവിടെ പോയി കഴിക്കണം, ഹോട്ടലിന്റെ പേരുകളൊക്കെ അന്വേഷിക്കുക, അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയായിരിക്കും. ഇതാണ് എൻ്റെ ജിമ്മ്. ഈ ജിമ്മില് ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് കളിക്കുന്നുണ്ട്. റെഗുലറായിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം എല്ലാ ദിവസവും റെഗുലറായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്തതിന് ശേഷം, രാവിലെ വർക്കൗട്ട് ചെയ്തതിന് ശേഷമാണ് മറ്റു ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കാറ്. ഇന്ന് ഓഗസ്റ്റ് 15 കൊണ്ട് ഷോപ്പിൽ പയ്യന്മാരൊക്കെ ഉള്ളത് കൊണ്ടും ഇന്ന് എല്ലാ കോളേജുകളും സ്കൂളുകളൊക്കെ ലീവായതിനെ കൊണ്ട് അനിയന്മാരൊക്കെ വന്ന് ഷോപ്പ് തുറന്ന് കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളും. അപ്പം ഇന്ന് മനസമാധാനത്തോടു കൂടി കുറച്ച് സ്ട്രെസ്സൊക്കെ കുറച്ചിട്ട് ഇന്ന് വർക്കൗട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് പുള്ളപ്പൊക്കെ എടുത്ത് ഇന്ന് എനിക്ക് ബൈസെപ്സും അതുപോലെ തന്നെ ചെസ്റ്റിനാണ് വർക്കൗട്ട്. ഏകദേശം 1 മണിക്കൂറോളം ദിവസം മസിൽസിന് വർക്കൗട്ട് ചെയ്യും. അതിനുശേഷം ഒരു അരമണിക്കൂർ കാർഡിയോ ചെയ്യും, ബോഡിയിലെ ഫാറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഫുഡിലൊന്നും ഡയറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല. എല്ലാ ഫുഡും ഏത് നേരത്തും എപ്പം വേണമെങ്കിലും കഴിക്കും. അങ്ങനെ ഞാൻ പുള്ളപ്പൊക്കെ എടുത്ത് പുഷപ്പൊക്കെ എടുത്ത് അതിൻ്റെ വീഡിയോസ് ഒന്നും ഇട്ടില്ല. വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോസ് ഒന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്തില്ല. ഏകദേശം 1 മണിക്കൂറോളം വർക്കൗട്ട് ചെയ്തതിന് ശേഷം കാർഡിയോ സൈക്ലിംഗ് ചെയ്തു. അതിനുശേഷം ഒരുപാട് വർത്തമാനങ്ങളും സംസാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാർഡിയോ ചെയ്തതിന് ശേഷം മെല്ലെ ലിഫ്റ്റിലേക്ക് തന്നെ താഴോട്ടിറങ്ങി നേരെ ഷോപ്പിലേക്ക് പോവാം. ഇന്നത്തെ വർക്കൗട്ടിൻ്റെ വീഡിയോസാണ്. വർക്കൗട്ട് ചെയ്യുമ്പോൾ എൻ്റെ ജിമ്മൊന്ന് നിങ്ങളെ കാട്ടണമെന്നുണ്ടായിരുന്നു, അതിന് വേണ്ടിയുള്ള വീഡിയോ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു വെരി മച്ച്.